ആരോടും നമുക്കൊരു ദേഷ്യമില്ല, ആരോടും നമുക്കൊരു വെറുപ്പില്ല, ആരോടും നമുക്കൊരു യാതൊരു നിലയിലുള്ള ഒരു പ്രതികൂലമായ ഒരു സാഹചര്യങ്ങളുമില്ല. ഇസ്ലാം എന്ന് പറയുന്നത് ശാന്തമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് സുന്ദരമാണ്, അതിന് പത്തരമാറ്റാണ്. ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മുടെ പെൺമക്കളെ പഠിക്കാൻ വിടുമ്പോ ആ പെൺമക്കളെ ഹിജാബ് ധരിച്ചു എന്നതിന്റെ പേരിൽ അവിടെ നിറക്കി വിടുമ്പോൾ എന്റെ മകൾക്ക് നല്ല ചടുലമായ ക്ലാസ് കിട്ടുന്നുണ്ട്, എന്റെ മകൾക്ക് നല്ല സമ്പൂർണമായ ഒരു അധ്യാപനം കിട്ടുന്നുണ്ട് എന്ന് കരുതിയിട്ട് നിന്റെ മകളെ തലമറയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ വിടാൻ എന്ത് ന്യായമാണ് നിനക്കുള്ളത്? തലമറയ്ക്കരുത് എന്ന് പറഞ്ഞാൽ എന്റെ മകൾക്ക് അതിന് കഴിയില്ല. എന്റെ ഇസ്ലാം എന്നോട് പറഞ്ഞത് എന്റെ തലയുടെ ഒരു രോമം പോലും ഔറത്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട്, നിന്റെ ദീനിയായ ഒരു ഉപദേശം അവിടെ പറഞ്ഞു കൊടുത്തിട്ട് ആ മകളെ കൈപിടിച്ച് കലാലയത്തിന്റെ മുറ്റത്ത് നിന്ന് കൊണ്ടുവന്ന് വേറെ ഒരു സ്ഥാപനത്തിലാക്കാതിരിക്കാൻ എന്ത് ന്യായമാണ് ഒരു മുസ്ലിം പെണ്ണിനുള്ളത്? പ്രിൻസിപ്പൾ പറഞ്ഞു എന്നതിന്റെ പേരില്, അല്ലെങ്കിൽ സഭയുടെ മേലധ്യക്ഷന്മാര് പറഞ്ഞു എന്നതിന്റെ പേരില് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അങ്ങനെ അങ്ങ് അഴിച്ചുവിടാൻ നമുക്ക് കഴിയുമോ? നാളെ പരലോകമെന്ന ഒരു ലോകത്ത് നമുക്ക് പോകണ്ടേ? പടച്ചവന്റെ മുന്നിൽ നമുക്ക് നിൽക്കണ്ടേ? മരണത്തെ നമ്മൾ അഭിമുഖീകരിക്കണ്ടേ? നാളെ റബ്ബിന്റെ കോടതിയിൽ കയ്യും കെട്ടി സമാധാനം പറയണ്ടേ? അപ്പൊ ഇവരൊക്കെ ഉണ്ടാവുമോ അവിടെ? ഇവരൊക്കെ വരുവോ? വരില്ല. അതുകൊണ്ട് വാപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും അള്ളാഹുവിന്റെ ദീനിന് വിരുദ്ധമായിട്ടൊരു കാര്യമാണ് എങ്കിൽ അനുസരിക്കരുത് എന്ന ശക്തമായ നിർദ്ദേശം ഖുർആനിന്റേതാണ്. പള്ളുരുത്തിയിലെ ഈ സെന്റ് റീതാസ് സ്കൂളിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് നവാസ് മന്നാനി ഉസ്താദ് നടത്തിയ ചില പ്രതികരണങ്ങൾ, ഒരു അഭിപ്രായ പ്രകടനമാണ് നമ്മൾ കേട്ടത്. ഇത് വളരെയധികം നമ്മൾ ചിന്തിപ്പിക്കേണ്ട, അതല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും ഈ പറയുന്ന പള്ളുരുത്തിയിലെ ആ വിദ്യാർത്ഥിനിക്ക് വേണ്ടിയിട്ട്, അവരുടെ മൗലികാവകാശത്തിന് വേണ്ടിയിട്ട്, ആ മൗലികാവകാശത്തിന് മുകളിൽ സ്കൂളിലെ PTA മാനേജ്മെന്റും അവിടുത്തെ പ്രിൻസിപ്പളും നടത്തിയിരിക്കുന്ന കടന്നുകയറ്റത്തിനെതിരെ നമ്മൾ ശബ്ദിക്കുമ്പോൾ ചില കാര്യങ്ങൾ, ചില ആത്മവിചിന്തനം നമ്മൾ സ്വന്തം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായ വാക്കുകളാണ് പറയുന്നത് മന്നാനി ഉസ്താദ്. കാരണം ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയ പല വീഡിയോകളിലും ഞാൻ എന്റെ സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് എല്ലാവർക്കും ആ ഒരു സ്റ്റാൻഡ് തന്നെയാണുള്ളത്, ആ ഒരു നിലപാട് തന്നെയാണുള്ളത്. ഈ ഒരു കാര്യത്തിൽ ക്രൈസ്തവ സമൂഹത്തെയോ ക്രൈസ്തവ വിശ്വാസികളെയോ ക്രൈസ്തവ സഭയെയോ ഒന്നും നമ്മൾ വിമർശിക്കുന്നില്ല. അവരെ ആരെയും അധിക്ഷേപിക്കുവാനും നമ്മൾ ആരും തയ്യാറുമല്ല. ഇവരോരാളോടും യാതൊരുവിധ പരിഭവമോ അല്ലെങ്കിൽ വിദ്വേഷമോ അല്ലെങ്കിൽ ദേഷ്യമോ പകയോ വൈരാഗ്യമോ ഒന്നും തന്നെ നമ്മൾക്ക് ആർക്കുമില്ല. ഇവിടെ നമ്മൾ ശബ്ദിച്ചതും വാദിച്ചതും ഒക്കെ ഈ പറയുന്ന പള്ളുരുത്തിയിലെ സെന്റ് റീതാസ് സ്കൂളിലെ വിദ്യാർത്ഥി ആയിരുന്ന ആ വിദ്യാർത്ഥിക്ക് അവിടെ ഹിജാബ് ഇട്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ, ഹിജാബ് ഇടുക, തല മറക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിനിയുടെ മൗലികമായ അവകാശമാണ്. അത് ആഗ്രഹിക്കുന്ന, അത് വിശ്വസിക്കുന്ന, അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെ അത് വകവെച്ച് നൽകുമ്പോൾ ഒരു സ്കൂളായിട്ട് ഇത്തരത്തിൽ ആ വിദ്യാർത്ഥിയുടെ മൗലികമായ അവകാശത്തിൽ കൈകടത്തരുത്, അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്തരുത്, അതിനെതിരെ പ്രവർത്തിക്കരുത് എന്നുള്ളത് മാത്രമേ നമ്മളെല്ലാവരും ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ സംസാരിക്കുന്നതും ഈ പറയുന്നതും ഒക്കെ ആ മാനേജ്മെന്റിന്റെ പ്രവർത്തികൾക്ക് മാത്രം എതിരാണ്, ആ പ്രിൻസിപ്പളിന്റെ പ്രവർത്തികൾക്ക് മാത്രം എതിരെയാണ് ശബ്ദിച്ചതും സ്വരം ഉയർത്തിയതും എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയുന്നത്. ഈ കാര്യം തന്നെയാണ് നവാസ് മന്നാനി ഉസ്താദ് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള എല്ലാവരും നമ്മൾ 2 തവണ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടി ഉസ്താദ് പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഈ പറയുന്ന വിദ്യാർത്ഥിനിയുടെ അവകാശത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ വിശ്വാസികളായിട്ടുള്ള മുസ്ലിം ആയിട്ടുള്ള ആളുകൾ ഒരു 10 തവണയെങ്കിലും ആലോചിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെയൊക്കെ മക്കള്, നമ്മുടെയൊക്കെ ഭാര്യമാര്, നമ്മുടെയൊക്കെ കുടുംബാംഗങ്ങള് അവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഈ പറയുന്ന ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ച് തന്നെയാണോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം ആലോചിക്കണം. അതിനപ്പുറത്തേക്ക് അത് ഒരു രണ്ടാമത്തെ വിഷയമാണ്, അല്ലെങ്കിൽ അത് ഒന്നാമത്തെ വിഷയമാകുമ്പോഴും നമ്മളുടെ മക്കൾ പലപ്പോഴും, അല്ലെങ്കിൽ മക്കള് ഒരു സ്കൂളിൽ പഠിക്കണമെന്നുള്ള നിർബന്ധമുണ്ട്. നമ്മൾ പലപ്പോഴും പല വിട്ടുവീഴ്ചകൾ നടത്താറുണ്ട്. അത് ഈ ഹിജാബിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. പലപ്പോഴും പല യൂണിഫോമുകളെയും യൂണിഫോമിന്റെ കളറിനെ കുറിച്ചോ യൂണിഫോമിന്റെ ഡ്രസ്സിനെ കുറിച്ചോ ഒന്നുമില്ല ഞാൻ പറയുന്നത്. ചില യൂണിഫോമിന്റെ
ചില ചില യൂണിഫോമിന്റെ രീതികളെ കുറിച്ചാണ്. ചിലയിടത്തൊക്കെ ഈ പറയുന്ന സ്കേർട്ടും ഷർട്ടും ഒക്കെ അണിഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ പോകേണ്ട ചില സ്കൂളുകളുണ്ട്. പ്രായമായ വിദ്യാർത്ഥികൾ, പ്രായമായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയായ പ്യൂബർട്ടി ഹിറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഹാഫ് സ്കേർട്ടും ഒക്കെ അണിഞ്ഞുകൊണ്ട് സ്കൂളുകളിൽ എത്തിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഇതിനൊക്കെ കുടപിടിക്കുന്ന മാതാപിതാക്കളെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോ അവരൊക്കെ ചിന്തിക്കേണ്ട പല കാര്യങ്ങളും അതാണ് മന്നാൻ ഉസ്താദ് പറഞ്ഞത്. ഇത് വിശ്വാസികൾക്ക് മാത്രമുള്ള കാര്യമാണ് കേട്ടോ. വിശ്വാസികളല്ലാത്തവർക്ക് ഈ കാര്യത്തിൽ യാതൊരുവിധ കൺസിഡറേഷനും വേണ്ട കാര്യമില്ല. വിശ്വാസിയായിട്ടുള്ള ഒരു പിതാവിനെ സംബന്ധിച്ച്, വിശ്വാസിയായിട്ടുള്ള ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയായിട്ടുള്ള മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കള് എങ്ങനെയാണ് സ്കൂളിലേക്ക് പോകുന്നത്, ഏത് രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്, എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ കോൺഷ്യസ് ആയേ മതിയാവൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം ഈ ജീവിതം ഒരു നാൾ അവസാനിക്കും. ഒരു നാൾ അവസാനിച്ചിട്ട് ഒരു അടുത്ത ജന്മത്തിലേക്ക്, അടുത്ത ജീവിതത്തിലേക്ക്, അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോ അവിടെ നമ്മൾ പല ചോദ്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. അന്ന് നമ്മളെല്ലാവർക്കും അറിയുന്ന പോലെ, വിശ്വാസികളായിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന പോലെ, അന്ന് മക്കളായാല് എല്ലാവരും പലരുടെയും മക്കളാണ്. ഇപ്പൊ ഞാനിന്ന് എന്റെ കുട്ടിയുടെ പിതാവാണെങ്കിൽ ഞാൻ മറ്റൊരാളുടെ മകനാണ്. അപ്പോ ഞാന് അന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ പോയിട്ട് എനിക്ക് എന്നെ ഗൈഡ് ചെയ്യാൻ ആളുകൾ ഉണ്ടായില്ല, ആരും പറഞ്ഞു തന്നില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തതെല്ലാം ഉത്തരവാദി അവരാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോകും. ഈ കാര്യങ്ങളൊന്നും മറന്നുകൊണ്ടാവരുത് നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ പഠന രീതികളും നമ്മുടെ തൊഴിലും ഒന്നും ഇതിനെ മറന്നുകൊണ്ടാവരുത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഹിജാബിട്ട പലരും ഈ പറയുന്ന പൊതുമധ്യത്തിലേക്ക് വരുമ്പോ പലതിനെയും ഇൻഫ്ലുവൻസ് ആയിക്കൊണ്ട്, പല സ്വാധീനങ്ങളും കടന്നു വന്നുകൊണ്ട് ആ തലമറക്കലും ഹിജാബും വേഷവിധാനങ്ങളും ഒക്കെ വാരി വലിച്ചെറിയുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണാറുണ്ട്. അപ്പോ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ പറയുന്ന അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ തന്നെ പലപ്പോഴും ഞാൻ ഈ പറയുന്നത് സെക്രട്ടറി സ്കൂളിലെ ആ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യമല്ലല്ലോ. അവിടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചർച്ചകളിൽ പലപ്പോഴും ഇതിനു വേണ്ടി സംസാരിക്കുകയും ഇതിനു വേണ്ടി വാദിക്കുകയും ശബ്ദമുയർത്തുകയും പ്രതിഷേധങ്ങൾ ഉയർത്തുകയും ഒക്കെ ചെയ്യുന്നവർ ആയിട്ടുള്ള വിശ്വാസികൾ പലപ്പോഴും ചിന്തിക്കേണ്ട പല കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോ അത്തരത്തിലൊരു ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും ഈ ഒരു ഫ്രെയിമിലേക്ക് കടന്നു വരുമ്പോഴേ ഈ പറയുന്ന ഹിജാബും ഈ പറയുന്ന വേഷവിധാനങ്ങളിലും ഒക്കെ വരുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെ കുറിച്ച് ഇത് ഞാൻ പറയുന്നത് വീണ്ടും ആവർത്തിക്കുന്നു, വിശ്വാസികളോട് മാത്രമാണ്. വിശ്വാസികളല്ലാത്തവരോട് ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് അവർ യാതൊരുവിധ കൺസിഡറേഷനും വേണ്ട, അവർ ഇതിനെ കുറിച്ചൊന്നും ബോധവാന്മാരാകേണ്ട കാര്യമില്ല. വിശ്വാസികൾ എപ്പോഴും ബോധവാന്മാരാകേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോ നമ്മൾ ഈ പറയുന്ന സെക്രട്ടറി സ്കൂളിലെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ വലിയ ചർച്ചകൾ നടത്തുമ്പോൾ, നമ്മൾ അവരുടെ അവകാശത്തിന് വേണ്ടി വാദിക്കുമ്പോൾ, അതോടൊപ്പം നമ്മുടെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. ഇപ്പോ ഞാൻ പറയാം, ഇപ്പൊ ഈ ഒരു കാര്യത്തില് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു കാര്യത്തിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ആ കുട്ടിയുടെ തട്ടമഴിപ്പിക്കാൻ, നിനക്ക് ഈ സ്കൂളിൽ പഠിക്കണമെങ്കിൽ, സെക്രട്ടറി സ്കൂളിൽ, പബ്ലിക് സ്കൂളിൽ നീ പഠിക്കണമെങ്കിൽ, ഇവിടുത്തെ വിദ്യാർത്ഥി ആയിരിക്കണമെങ്കിൽ നീ തലമറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അവിടുത്തെ പ്രിൻസിപ്പൽ സിസ്റ്റർ എലീന, ആ സിസ്റ്റർ എലീന അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് അവരുടെ തിരുവസ്ത്രമുള്ളത്, അവരുടെ ശിരോവസ്ത്രമുള്ളത്. അവരോട് ഈ പറയുന്ന മതം പറഞ്ഞത് കൊണ്ടാണ് അവർ ഈ പറയുന്ന സന്യാസത്തിലേക്ക് പോയത്, ദൈവത്തിന്റെ മണവാട്ടിയാകാനുള്ള തീരുമാനമെടുത്തത്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുവാനുള്ള തീരുമാനം അവരെടുത്തത് മതം പറഞ്ഞത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസത്തിൽ അവർ ഒരു കാവ്യവും കാണിച്ചിട്ടില്ല. പലപ്പോഴും ഈ സിസ്റ്റർ എലീനയെ നമ്മൾ വിമർശിക്കുമ്പോഴും സിസ്റ്റർ എലീനയെ മാതൃകയാക്കേണ്ട കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ കാര്യത്തിൽ അവരെ നമ്മൾ മാതൃകയാക്കണം. അപ്പോഴും നിങ്ങൾ ചോദിക്കും, സിസ്റ്റർ എലീന വിശ്വാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ മാതൃകയാക്കണം എന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തിൽ ബൈബിളിൽ പറഞ്ഞ പ്രവൃത്തിയാണോ സിസ്റ്റർ എലീന ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചോദിക്കൂ. അവിടെ നമുക്ക് തർക്കമുണ്ട്. ബൈബിൾ പറഞ്ഞ ബൈബിളിന്റെ അധ്യാപനങ്ങളെയാണോ പ്രാവർത്തികമാക്കിയത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇന്നലെ കണ്ടു, ഇന്നലെ വയനാട്ടിൽ വെച്ചുകൊണ്ട് ഒരു മാസ്റ്റേഴ്സ് മീറ്റ് നടക്കുന്നത് കണ്ടു. അവിടെ അധ്യാപികയായിട്ടുള്ള സിസ്റ്റർ സെലീന
ഈ പറയുന്ന ഹഡിൽസിൽ ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ട് തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് ആ ഹഡിൽസിലൂടെ ഓടി മുന്നേറി സ്വർണ്ണ മെഡൽ നേടുന്നത് നമ്മൾ കണ്ടു. അവിടെ ആ ഹഡിൽസിൽ ഓടുവാൻ അവർക്ക് ഈ തിരുവസ്ത്രം കൊണ്ട് ആ ഹഡിൽസിൽ ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുവാൻ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും അതൊന്നും വകവെക്കാതെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഓടുന്ന സമീനെയും നമ്മൾ കണ്ടു. അപ്പോ നമ്മുടെ വിദ്യാർത്ഥികളെ വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞു വിടുമ്പോ, നമ്മുടെ വിദ്യാർത്ഥികളെ ഇത്തരത്തിലുള്ള പല തൊഴിൽ മേഖലകളിലേക്ക് പറഞ്ഞു വിടുമ്പോ, നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മുടെ മക്കളെ ഇത്തരത്തിൽ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പറഞ്ഞു വിടുമ്പോ, ഒരു ഘട്ടം കഴിയുമ്പോൾ ഇത്തരത്തിൽ വിശ്വാസത്തെയും വിശ്വാസത്തിന്റെ ആ ഭാഗമായിട്ടുള്ള അടയാളങ്ങളെയും ഒക്കെ കാറ്റിൽ പറക്കുന്ന രീതിയിലേക്ക് ആവരുത് എന്നുള്ള ഒരു നിർബന്ധം ഈ രക്ഷിതാക്കളായിട്ടുള്ള നമുക്കുണ്ടാകണം. അതല്ലാതെ അവര് പോകുന്ന സിറ്റുവേഷൻ, അവര് പോകുന്ന ഇടം, ആ ഇടത്തിനനുസരിച്ച് മാറുകയല്ല വേണ്ടത്. ഈ പറയുന്ന ഹിജാബും ഈ പറയുന്ന വിശ്വാസങ്ങളും ഒക്കെ നമ്മുടെ മക്കളെ അത് നിങ്ങളുടെ ഐഡന്റിറ്റിയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഒരു സമീപനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇത് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഈ പറയുന്ന ഹിജാബ് എന്ന് പറയുന്നതിന് വേണ്ടി വാദിക്കുമ്പോഴും പലപ്പോഴും എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, പല ഘട്ടങ്ങളിലും പല ഇടങ്ങളിലും വളരെ ചുരുക്കം ആളുകൾ, വളരെ എണ്ണപ്പെട്ട ആളുകളുടെ കൈകളിൽ നിന്ന് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഘട്ടവും നമ്മൾ കാണുന്നുണ്ട്. അപ്പോ അത്തരത്തിൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ തന്നെ നമ്മളെ അവഗണിക്കുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾക്ക് എതിരാകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളും ജീവിതവും മുന്നോട്ട് പോകരുത്. അത് തന്നെയാണ് നവാസ് മന്നാൻ ഉസ്താദ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടെ വീണ്ടും ഞാൻ പറയുന്നു, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിശ്വാസികളുടെ കാര്യത്തിൽ മാത്രമേ ഈ ഒരു കാര്യം ബാധകമാകുന്നുള്ളൂ. വിശ്വാസികളല്ലാത്തവർക്ക് അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. ആ കാര്യത്തിലൊന്നും ഇവിടെ ആർക്കും ഒരു തർക്കവും ഇല്ല. ആര് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ. പക്ഷേ ഞാൻ വിശ്വാസിയാണ് എന്ന് പറയുമ്പോ, ഞാൻ വിശ്വാസിയാണ് എന്ന് ഞാൻ തന്നെ വിശ്വസിക്കുമ്പോ, ഞാൻ ഇസ്ലാമിക വിശ്വാസിയാണ് എന്ന് ഞാൻ അവകാശപ്പെടുമ്പോ, ഞാൻ അതിന്റെ ഇസ്ലാം മതത്തിന്റെ മൂല്യങ്ങൾക്കനുസരിച്ച്, നിയമങ്ങൾക്കനുസരിച്ച്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള ഒരു ബോധ്യവും നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. അതോടുകൂടി നമ്മുടെ അവകാശങ്ങളുടെ മേൽ കടന്നു കയറുന്നവർ, നമ്മുടെ അവകാശത്തിന്റെ മേൽ കൈവെക്കുന്നവർ, നമ്മുടെ അവകാശങ്ങളെ ധ്വംസിക്കുവാനും അതിനെ ഇല്ലായ്മ ചെയ്യാനും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ശക്തികൾക്കെതിരെ പ്രതികരിക്കുവാനും പ്രതിഷേധിക്കുവാനും ശബ്ദമുയർത്തുവാനും നമ്മൾ ഉണ്ടാവണം. ആ കാര്യങ്ങളിലൊന്നും ഒരു തർക്കവും ഇല്ലതാണ്.